തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ കഴിഞ്ഞ ശനിയാഴ്ച ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. കാവതിക്കളം സ്വദേശി കരുവക്കോട്ടിൽ സിദ്ദീഖിന്റെ മകൻ സിയാദാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ആയി. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് സിയാദ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 11:30യോടെയാണ് മരണം. അപകടത്തിൽ അന്നേ ദിവസം തന്നെ 2 പേർ മരണപ്പെട്ടിരുന്നു. ബൈക്കുകൾ ഓടിച്ചിരുന്ന മരവട്ടം സ്വദേശി പാട്ടത്തൊടി ഹമീദിന്റെ മകൻ ഹംസ PT, കാവതിക്കുളം സ്വദേശി ആലമ്പാട്ടിൽ അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദ് റിഷാദ് എന്നിവരാണ് സംഭവ ദിവസം തന്നെ മരണപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു കോട്ടക്കൽ പുത്തൂർ ചിനക്കൽ ബൈപ്പാസ് പാതയിൽ വെച്ച് അപകടം നടന്നത്. മരിച്ച റിഷാദിനൊപ്പമായിരുന്നു സിയാദ് യാത്ര ചെയ്തിരുന്നത്. അപകടത്തിൽ മരിച്ച ഹംസയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കോട്ടൂർ കാലൊടി ഉണ്ണീൻകുട്ടിയുടെ മകൻ മുഹമ്മദ് ഇർഷാദ് ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ.